പുനർജനി ഫണ്ട് ക്രമക്കേട് ആരോപണത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന് ക്ലീൻ ചിറ്റ്. പുനർജനിയിൽ വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആരോപണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് റിപ്പോർട്ട് നൽകിയിരുന്നു. കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്താണ് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി.ഡി. സതീശനെതിരെ പുനർജനി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. വിജിലൻസ് അന്വേഷണം നടത്തി. CBI അന്വേഷണം ശുപാർശ ചെയ്തുകൊണ്ട് റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിന്റെ പകർപ്പ് അന്നത്തെ സർക്കാർ പുറത്തുവിട്ടു. ഇന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സ്വന്തം വസതിയിൽ വാർത്താസമ്മേളനം വിളിച്ച് ആ പ്രഖ്യാപനം നടത്തി. മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരായ വിജിലൻസ് അന്വേഷണം അവസാനിപ്പിക്കുകയാണ്. വിജിലൻസ് വളരെ വിശദമായി തന്നെ കാര്യങ്ങൾ പരിശോധിച്ചു. ആ പരിശോധനയിൽ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ കേസിൽ നിന്ന് ശ്രീ വി.ഡി. സതീശനെ ഒഴിവാക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ പുനർജനിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ സർക്കാർ എടുത്ത കേസ് അവസാനിപ്പിക്കാൻ ആഭ്യന്തര വിജിലൻസ് വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. വി.ഡി. സതീശൻ UK-യിൽ പോയി ഫണ്ട് പിരിച്ചത് നിയമലംഘനമെന്നായിരുന്നു വിജിലൻസിന്റെ അന്നത്തെ കണ്ടെത്തൽ. സ്ഥലം കാണാനെന്ന പേരിൽ അനുമതി തേടിയ ശേഷം UK-യിൽ പോയി ഫണ്ട് പിരിച്ചു എന്നതായിരുന്നു ആദ്യത്തെ ചട്ടലംഘനമായി വിജിലൻസ് വ്യാഖ്യാനിച്ചത്. പിരിച്ച ഫണ്ട് മണപ്പാട്ട് ഫൗണ്ടേഷന്റെ അക്കൗണ്ടിലേക്ക് MOU ഇല്ലാതെ അയച്ചത് മറ്റൊരു ചട്ടലംഘനമായും വ്യാഖ്യാനിച്ചു. അത് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് രമേശ് ചെന്നിത്തലയുടെ നിലപാട്. രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ കേസിനെയും CBIക്ക് വിടാനോ അല്ലെങ്കിൽ ഉയർന്ന ഏജൻസികൾക്ക് വിടാനോ അന്നത്തെ ഗവൺമെൻറ് തീരുമാനിച്ചത്. അതെല്ലാം പകൽ പോലെ വ്യക്തമാണ്. 1 രൂപയുടെ പോലും ഇടപാടുകൾക്ക് അദ്ദേഹം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഏതായാലും മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരായ വിജിലൻസ് അന്വേഷണം അവസാനിപ്പിച്ചത് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആദ്യ പ്രതികരണം. ആർ. അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.